ഇന്ത്യയിലൊക്കെ സർവ്വസാധാരണമായ ഒരു ഭാഷ അവർ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചില ഗുണദോഷം ഉണ്ടോന്നൊരു ചെറിയ സംശയം. മന്തിയിലല്ലേ നാളെ മുതൽക്ക് ബാക്കിയുള്ള അതിന്റെ അപകടമായില്ലേ. കൈത്തരിപ്പ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയിട്ട് കുറച്ചു നേരം യുദ്ധം ചെയ്ത് ആ കൈത്തരിപ്പ് ഒന്ന് അവസാനിപ്പിക്കുക, ഒന്ന് മാറ്റുക. മാത്രമല്ല ഈ തരം ഇതൊക്കെ ഉണ്ടാവണം. യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ജലത്തിൽ നല്ലോണം വയ്യേ, അതാണ് ശരീരത്തിൽ നല്ലോണം കാണാനുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കല് ആഹാരം മാത്രം പോരാ, വ്യായാമം വേണം. വ്യായാമത്തിന് ഒരു വഴിയാണ് സ്വർഗത്തിൽ യുദ്ധം ചെയ്യുക. ദേവേന്ദ്രനെ യുദ്ധത്തിന് തട്ടി വിളിക്കുന്നു. ദേവേന്ദ്രനെ രാവണൻ യുദ്ധത്തിന് തട്ടി വിളിച്ചാൽ ദേവേന്ദ്രന് വരാതെ കണ്ടിരിക്കാൻ വൃത്തിയില്ല. ശത്രുക്കൾ യുദ്ധത്തിന് വിളിച്ചാൽ അവിടെ ചെന്നോളാം. ദേവേന്ദ്രന്റെ സൈന്യങ്ങൾ ദേവന്മാരുമായിട്ട് രാവണനടുത്തേക്ക് യുദ്ധത്തിനായിട്ട് അവിടെ എത്തി. യുദ്ധം തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ദേവന്മാർക്ക് രാവണന്റെ ആയുധങ്ങൾ തടുക്കാനായിട്ടൊരു ശക്തി ഇല്ലാതെ കൊണ്ട് അവര് പേടിച്ച് രാവണൻ അവരെ പിന്നാലെ ഓടിച്ചെന്നുണ്ടോ. എന്തിനാ? രാവണനെ യുദ്ധം ചെയ്തിട്ട് കൈത്തെരിപ്പ് തീർന്നിട്ടില്ല. ആ രാവണൻ ഓടിച്ചെന്ന് ആ സുന്ദരിമാരായിരിക്കുന്ന ദേവസ്ത്രീകളുടെ തലമുടിയിൽ ചുറ്റി പിടിക്കുക. കൈത്തെരിപ്പ് മാറുമോ? ചുറ്റി പിടിക്കുന്നേ തലമുടിയിൽ പിടിച്ചാൽ വലിച്ചഴച്ച് കൊണ്ടുപോരുമ്പോ അവര് ഉറക്ക കരയുണ്ട്. അയ്യോ അയ്യോ രാവണൻ ഞങ്ങളെ അവമാനിക്കണേ. ഇത് കേട്ടിട്ട് കുറച്ച് പൗരുഷമുള്ള പുരുഷന്മാരാണെങ്കിൽ അവിടെ ഇരിക്കില്ല. അവനവന്റെ സ്ത്രീകളെ മറ്റൊരാൾ അവമാനിക്കണ്ടെന്ന് കണ്ടാൽ അറിഞ്ഞാൽ ഇങ്ങോട്ട് 4 കിട്ടിയാലും വിരോധമില്ല, അങ്ങോട്ട് 2 കൊടുക്കാൻ നോക്കില്ലേ. കാരാഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. അങ്ങനെ ആകുമ്പോ ഭരണതന്ത്രജ്ഞനാവിന് കാരണം രാവണൻ എന്ത് കണക്കായി? ഈ ദേവസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് വലിയൊരു സംഖ്യയുണ്ട്. ഭണ്ഡാരത്തിൽ അത് ചെലവാകുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു ഉപയോഗം വേണം എന്ന് കണക്കാക്കിയപ്പോ രാവണൻ നടക്കരുത്. അപ്പൊ അതൊരു പരിഷ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഒതുക്കി ഇതിനൊക്കെ ഓരോരോ ക്രമങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയണത്. എല്ലാവരും വീശലാണ്. ഒന്ന് തരാന്ന് ചോദിച്ചിട്ടോ. ഇത് മഹാരാജാവാണെന്നില്ല. താടി കയ്യുമ്മൽ വയ്ക്കാതെ ആ നല്ല വലത്തെ കൈ ഏതാണ്? വലത്ത് കൈ ഏതാണ്? കട്ട് ചെയ്യണം. വലത്ത് മനസ്സിലായിട്ടുള്ള ദൈവത്തിന് അത്രേ ഉള്ളൂ. ഇവിടെ അവിടെ ഇടയിൽ വെക്കുക. അറിഞ്ഞ അതന്നെ ഇത് വായിൽ